കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി പനിയുടെ പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. അതുകൊണ്ട് ലൈവ് പ്രോഗ്രാം ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. സദയം ക്ഷമിക്കുക. എല്ലാ ദിവസങ്ങളിലും എൻ്റെ പ്രസംഗം വളരെ ശ്രദ്ധയോടും ആകാംക്ഷയോടും ഒക്കെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഒട്ടുമുക്കാലും ആളുകളുടെ പ്രതികരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എപ്പോഴും താരതമ്യം ചെയ്യുവാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനും ഇടയാകും. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാരെ കുറിച്ചുള്ള ചിന്തകളിൽ മൂന്നാമത്തെ സ്നേഹിതനായ സോഫറിൻ്റെ 1-ാം പ്രതിപാദവുമായിട്ടുള്ള വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം. അത് അവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഗ്രൂപ്പുകൾക്ക് ഇട്ടുകൊടുക്കണം. കർത്താവ് സഹായിക്കട്ടെ. നമ്മളറിയാം, സോഫറിൻ്റെ പ്രതിപാദത്തിൽ വളരെ മറ്റു 2 കൂട്ടുകാരേക്കാൾ വളരെ ക്രൂരമായ എലിഫസിൻ്റെയോ അല്ലെങ്കിൽ ബിൽദാദിൻ്റെയോ ഒക്കെ വാക്കുകളെക്കാൾ മൂർച്ചയേറിയ വാക്കുകളാണ് ഇവിടെ സോഫറിൻ്റെ വായിൽ നിന്ന് വരുന്നത്. സ്തോത്രം. അപ്പോൾ അദ്ദേഹം പറയുകയാണ് 11:12 പൊണ്ണനായവൻ ബുദ്ധി പ്രാപിക്കണമെങ്കിൽ കാട്ടുകഴുതക്കുട്ടി മനുഷ്യനായി ജനിക്കണം. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇയ്യോബിനെ പോലെയുള്ള ഭോഷനായ ഒരുവൻ ജ്ഞാനിയായി തീരണമെങ്കിൽ കാട്ടുകഴുതക്കുട്ടി മനുഷ്യനായി ജനിക്കണം. ഇയ്യോബിൻ്റെ ദേഹത്തുള്ള വ്രണങ്ങൾ ഒന്നും കൂടെ കുത്തിയിളക്കുന്ന രീതിയിലുള്ള മൂർച്ചയേറിയ വാക്കുകളാണ് സോഫർ എഴുതി വിടുന്നത്. സ്നേഹിതനാകട്ടോ, സ്നേഹിതന്മാർ ഏൽപ്പിക്കുന്ന മുറിവ് വിശ്വസ്തതയുടെ ഫലമെന്നാണ് തിരുവെഴുത്തി കാണുവാൻ കഴിയുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മുറിവുകൾ വന്നിട്ടുണ്ട്. ആർക്കും ചികിത്സിച്ച് അല്ലെങ്കിൽ ഭേദപ്പെടുത്തുവാൻ കഴിയാത്ത രീതിയിലുള്ള മുറിവുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം വിശ്വസ്തതയുടെ ഫലം മുറിവാണെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഇയ്യോബിൻ്റെ സ്നേഹിതനായ സോഫറിൻ്റെ വാക്കുകൾ പൊണ്ണനായവൻ ബുദ്ധി പ്രാപിക്കണമെങ്കിൽ കാട്ടുകഴുതക്കുട്ടി മനുഷ്യനായി ജനിക്കണം. കണ്ടോ, എത്ര നികൃഷ്ടമായ വാക്കാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇയ്യോബേ, നിന്നെപ്പോലെയുള്ള ഒരു ഭോഷനായ പൊണ്ണനായ ഒരുവൻ ജ്ഞാനിയായി തീരണമെങ്കിൽ കാട്ടുകഴുതക്കുട്ടി മനുഷ്യനായി ജനിക്കണം. ഹല്ലേലൂയ. സോഫർ ഒരു തത്വജ്ഞാനിയും കൂടിയാണ്. നമുക്ക് ആ വാക്കുകളിലൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. യോബിനെ കുറിച്ചുള്ള ആക്ഷേപം ഇവിടെ നിരത്തി വച്ചിരിക്കുകയാണ്. നിന്റെ ഹൃദയം ദൈവസന്നദ്ധിയിൽ സ്ഥിരതയുള്ളതല്ലെന്നാണ് സോഫറിൻ്റെ വാക്കുകൾ. നിന്റെ ഹൃദയം ദൈവസന്നദ്ധി സ്ഥിരതയുള്ളവരല്ല. നമുക്കറിയാം, ഒരുപാട് ആളുകൾ, സ്ഥിരതയില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിൽ ഉറപ്പുള്ളവരായി തീരാതെ ആടി ഉലയുന്ന
തിരമാലകൾക്ക് സമമായി മാറുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ വിശ്വാസ മേഖലയിൽ തന്നെ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ സമയം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസ ജീവിത യാത്രയിൽ നിങ്ങൾ ആടി ഉലയുന്നവരായി മാറിയിട്ടുണ്ടോ? സ്ഥിരത ഇല്ലാത്ത നിലയിൽ നോക്കുക, 13-ാമത്തെ വാക്യം പറയാൻ, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈ മലർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാത്ത നിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരത്തില്ലെന്നാണ് സോഫർ പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്നത് അവൻ ദൈവഭക്തനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകന്നവനാണ്. കണ്ടോ, ദൈവമാണ് പറയുന്നതെന്നും കൂടെ ഓർക്കണം കേട്ടോ. ഏതെങ്കിലും പാസ്റ്ററോ ഏതെങ്കിലും ഒരു സഹവിശ്വാസിയോ ഒന്നുമല്ല പറയുന്നത്, ദൈവമാണ് പറയുന്നത്. ഇയ്യോബ് ദൈവത്തിന്റെ ഭക്തനാണ്. സോഫർ പറയാണ് നീ സ്ഥിരതയുള്ളവനല്ല. സോഫർ പറയാണ് നീ അവനൊരു മണ്ടനാണ്. ദൈവത്തിനു സ്തോത്രം. നീ അവൻ ബുദ്ധിമാനായി മാറണമെങ്കിൽ കാട്ടുകഴുത എന്ത് ചെയ്യണം? മനുഷ്യനായി ജനിക്കണം. കണ്ടോ, എത്ര നികൃഷ്ടമായ നിലയിലാണ് ആ വാക്കുകൾ പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതുപോലുള്ള സ്നേഹിതന്മാര് നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളെ അടുത്ത് കാണുമ്പോൾ തോളത്ത് കൈയിടുകയും നമ്മളെ കെട്ടിപ്പിടിക്കുകയും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്ന് അഭിനയിക്കുകയും നമ്മോടൊപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടെന്ന് പ്രഖ്യാപനം നടത്തി നമ്മോടൊപ്പം വരികയും പോകുകയും തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന പലരും ഹൃദയത്തിനകത്ത് കയ്പും കൊണ്ട് നടക്കുന്നവരാണെന്ന് മറന്നു പോകരുത്. പലരെയും നമ്മൾ വിശ്വസിക്കും, പക്ഷെ ഏറ്റവും അവസാനം നമ്മൾ ചെന്നപ്പെടുന്നത് ആഴക്കയത്തിലായിരിക്കും. ഹല്ലേലൂയ. യോബിന്റെ ഈ 3 സ്നേഹിതന്മാരുടെയും 7 ദിവസത്തെ ദുഃഖാചരണം കഴിഞ്ഞതിന് ശേഷം നിലത്തു കുത്തിയിരുന്ന് വസ്ത്രം കീറി പൂഴിവാരി തലയിലിട്ട് വാവിട്ട് കരഞ്ഞ് യോബിന്റെ വേദനയിൽ ദുഃഖത്തിൽ പങ്കുചേർന്നിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം മാറി. 3 പേരും ഇയ്യോബിന് എതിരായി മാറി. സ്തോത്രം. ഇയ്യോബ് എന്തെങ്കിലും ചെയ്തിട്ടാണോ, ഇയ്യോബ് വിളിച്ചിട്ടാണോ ഇവർ വന്നത്? അല്ല. ഹല്ലേലൂയ. ഇയ്യോബ് പറഞ്ഞിട്ടാണോ ഇവരെ കാറിക്കൂവിയത്? അല്ല. ഇയ്യോബ് പറഞ്ഞിട്ടാണോ ഇവർ വസ്ത്രം കീറിയത്? അല്ല. ഇയ്യോബ് പറഞ്ഞിട്ടാണോ 7 ദിവസം നിലത്ത് കുത്തിയിരുന്നത്? അല്ല. തന്നെത്താൻ ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ ആക്ഷേപിക്കുകയും കൂടെ ചെയ്യുക. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. സ്വന്തമായി പലതും ചെയ്തേച്ച് ഹല്ലേലൂയ ആക്ഷേപിക്കാൻ പാടില്ലാത്ത മേഖലകളിലേക്ക് എൻ്റെ നിങ്ങളുടെ ആക്ഷേപത്തിന്റെ നിന്ദയുടെ വാക്കുകൾ നാം ഒരു അസ്ത്രം എഴുതിവിടുന്നത് പോലെ എഴുതിവിടുമ്പോൾ ആ മേഖലകൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് മണ്ടന്മാർ ഇന്ന് ആത്മീയ മേഖലകളിൽ ചേക്കേറിയിരിക്കുകയാണ്. സഭയ്ക്കകത്ത് വരുന്നത് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ ദൈവമുഖത്തേക്ക് നോക്കാനോ അല്ല. പാസ്റ്ററേയും പാസ്റ്ററുടെ ആ പ്രസംഗത്തെയും അല്ലെങ്കിൽ അവിടെ വരുന്ന വിശ്വാസികളുടെ അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ രീതികളും അവരുടെ ഭാവവും അവരുടെ മനോഭാവങ്ങളും അവരുടെ സംസാരവും അവരുടെ പാട്ടും അവരുടെ സാക്ഷ്യവും ഒക്കെ കേട്ടിട്ട് ആക്ഷേപിക്കാൻ വരുന്ന ഒരു കൂട്ടം ആളുകൾ സഭയ്ക്കകത്ത് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുക. ഇതൊരു കൂട്ടായ്മയാണ്. ഏതാ? ഇയ്യോബിന്റെ സ്നേഹിതന്മാരും ഇയ്യോബും ഒക്കെ കൂടി നടക്കുന്ന ഒരു കൂട്ടായ്മ. 7 ദിവസം വളരെ നല്ല രീതിയിലുള്ള ഒരു കൂട്ടായ്മയും ആരാധനയും കഴിഞ്ഞിട്ട് പിന്നീട് ആക്ഷേപത്തിന്റെ ഒരു വലിയ കൂമ്പാരം തന്നെ കൂട്ടുകയാണ്. ഒന്ന്, നീ കാട്ടുകഴുതക്കുട്ടി മനുഷ്യനായി പിറന്നാലും നിന്റെ ഈ മണ്ടത്തരം മാറുകയില്ല എന്നാണ് സോഫർ ഇയ്യോബിനോട് പറയുന്നത്. ഹല്ലേലൂയ. ആദ്യം പറഞ്ഞത് നീ ഒരു വിടുവായനാണ്, ദൈവത്തിനു സ്തോത്രം എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാക്കാമോ? അത് ആകാശത്തോട് ഉയരമുള്ളത്. നീ എന്ത് ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമായത് ചെയ്യും. നിനക്കെന്താ അറിയാം? പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാവിലെ സമയത്ത് ആമേൻ മറ്റുള്ളവരെ ചെറുതാക്കുന്ന, ആക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന നിലവാരങ്ങൾ ആമേൻ നിർത്തലാക്കി ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഇടയാകണമെന്നാണ് ദൈവാത്മാവ് ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങൾക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പറയാണ്, നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ ദ്രോഹമാണ് ഇരിക്കുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണ്. വാസ്തവത്തിൽ അതാണോ ഉള്ളത്? ഇയ്യോബിന്റെ ജീവിതത്തിൽ എന്ത് ദ്രോഹമായി ഇയ്യോബ് ചെയ്തത്? ഞാൻ പലപ്പോഴും ദൈവത്തോട് ഞാൻ ചോദിക്കാറുണ്ട്, കർത്താവ്, ഞാൻ അവരോട് എന്ത് ദ്രോഹം ചെയ്തിട്ട് അവരെന്നെ ഇതുപോലെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നത്? നമ്മളെ ഓരോരുത്തരും അങ്ങനെ ചോദിക്കാറില്ലേ, ഞാൻ അവരോട് എന്ത് ചെയ്തിട്ട് അവരെന്നെ ദ്രോഹിക്കുന്നത്? ഇയ്യോബിന്റെ കയ്യിൽ ആമേൻ ഒരു ചില്ലി പൈസയുടെ ദ്രോഹം ഇയ്യോബിന്റെ പക്കലില്ല. പക്ഷേ ഇവിടെ സോഫർ പറയുകയാണ്, നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റ്. ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ അകറ്റാൻ പറയുമ്പോൾ പോലും അതിൻ്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത്, ഇന്ന് നീ അനുഭവിക്കുന്ന ഈ ദുരന്തപൂർണമായ അനുഭവം നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നാണ് സോഫർ പറയുന്നത്. ഹല്ലേലൂയ. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. ആമേൻ. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ എന്ത് ചെയ്യരുത്? പാർപ്പിക്കരുത്. പ്രിയ ദൈവമക്കളെ, അതെ, നമ്മുടെ ആരുടെയും വീടുകളിൽ നീതികേട് ഉണ്ടാകാൻ പാടില്ല കേട്ടോ, ഉണ്ടാകാൻ പാടില്ല. സോഫർ പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്. നീതികേടുണ്ടാകും. ഇയ്യോബിനോട് പറയും, നിന്റെ വീടിനകത്ത് നീതികേടുണ്ട്. നിന്റെ തലമുറയുടെ നാശം, നിന്റെ സമ്പത്തിന്റെ നാശം, നിന്റെ ശരീരത്തിന്റെ നാശം, ആമേൻ, നിന്റെ ആത്മീയത, നിന്റെ മുന്നോട്ടുള്ള എല്ലാ തകർച്ചകളുടെയും മൂലകാരണം വീട്ടിൽ നീതികേടുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ശകരബലഗതനഗതി. ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ഇയ്യോബിനെ ആക്ഷേപിക്കുന്ന 3 കൂട്ടുകാരുടെ, സ്നേഹിതരുടെ ഒന്നാം പ്രതിവാദമാണ് കഴിഞ്ഞത്. സ്തോത്രം. തുടർന്ന് ഇവരുടെ ഓരോരുത്തരുടെയും 2ാം പ്രതിവാദത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അവിടെ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് നാം അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കുന്നതായിരിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കും. നമ്മളെ ആര് കുറ്റപ്പെടുത്തട്ടെ, ആരും ആക്ഷേപിക്കട്ടെ, തളർന്നു പോകരുത് കേട്ടോ, ക്ഷീണിച്ചു പോകരുത്, ബലഹീനപ്പെട്ടു പോകരുത്. ആമേൻ. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഭോഷനായവനെന്ന് നമ്മളെക്കുറിച്ച് ആരും പറയട്ടെ. വിദ്യാഭ്യാസമില്ലാത്തവൻ, സമ്പത്തില്ലാത്തവൻ, സൗന്ദര്യമില്ലാത്തവൻ, താണവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കണ്ണ് പതിയണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ ബലമേറിയ കരം അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണം. തിരുനാമം മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.